അവർക്കറിയാമല്ലോ. ഇനിയിപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ട് റിയാസ് മന്ത്രി ആവില്ല, മുഖ്യമന്ത്രി ആവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുക, അതിൽ മാധ്യമ സുഹൃത്ത് പങ്കാളി ആവണ്ടെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അല്ല നോക്കൂ, പ്രോട്ടോകോൾ വഴി ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം ആര് വരണം എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രിക്ക് അറിയാലോ, ഇത് 5, 6, 7 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇങ്ങനെ പ്രധാനമന്ത്രി വരുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതെല്ലാം വിവാദം സൃഷ്ടിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ വിവാദ രാഷ്ട്രീയത്തിൻ്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊപ്പം ഒരു മന്ത്രി വരണമെങ്കിൽ നിങ്ങൾ അത് ഗവൺമെൻറ്റിനോട് എന്താണ് 7 ദിവസം മുമ്പ് പറയാത്തത്? ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയെ ഇൻവൈറ്റ് ചെയ്തില്ലേ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അല്ലേ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഇവിടെ റെയിൽവേ ആണോ, ഹൈവേ ആണോ, വീടാണോ, കുടിവെള്ളമാണോ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനോഗ്രേറ്റ് ചെയ്യുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു. മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മരുമകനും വരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ എഴുതി പറഞ്ഞില്ല? അല്ല, അത് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. നിങ്ങളത് തീരുമാനമായിട്ട് പറയാണോ, നിങ്ങളുടെ അഭിപ്രായമാണോ? എൻ്റെ അഭിപ്രായം ഞാൻ ഇന്ന് പറയുന്നു. കേരളത്തിൽ വരുന്ന പ്രധാനമന്ത്രി കേരളത്തിന് വേണ്ടി പ്രോഗ്രാംസും പദ്ധതികൾ ഇനോഗ്രേറ്റ് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിനെ ക്ഷണിക്കുന്നു. മുഖ്യമന്ത്രിൻ്റെ ഒപ്പം മുഖ്യമന്ത്രി തീരുമാനിക്കണം ആരെല്ലാമാണ് വരേണ്ടത്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 7-8 ദിവസം മുമ്പേ എഴുതി സംസാരിച്ച് പറയണം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നോക്കേ, ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് ഓക്കെ, അത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. വിഴിഞ്ഞത്തിൽ ഇതേ റിയാസ് പറഞ്ഞല്ലോ ഇത് അല്പത്തരമാണെന്ന്. ഇതെല്ലാം നോക്കൂ, നിങ്ങൾക്കുണ്ടല്ലോ സാമാന്യ ബുദ്ധിയും, ഇത് കാണുന്ന ജനങ്ങൾക്കുണ്ടല്ലോ. ഇതെല്ലാം ഇലക്ഷന്റെ മുമ്പ് ശ്രദ്ധ തിരിക്കാൻ, ഇവിടെ എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അതിന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു ഡെസ്പറേറ്റ് ആയൊരു പൊളിറ്റിക്കൽ തന്ത്രം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാടിന് വേണ്ടി ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് റെയിൽവേ പ്രോജക്റ്റ്, ഹൈവേ പ്രോജക്റ്റ്, ഇതെല്ലാം ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പ്രോജക്റ്റാണ്. പ്രോട്ടോകോൾ പ്രകാരമാണ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം ആരെ ഒപ്പം കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. നേതാവാണ്. ഇനി കൂടുതൽ എനിക്ക് പറയാൻ അങ്ങനെ ഞാൻ വലിയ നെഗറ്റീവായിട്ട് പറയുന്ന ആളല്ല. പക്ഷേ ഇതെല്ലാം ഇലക്ഷൻ്റെ മുമ്പ് ഒരു തന്ത്രമാണ്. എങ്ങനെയെങ്കിലും ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാം, മുഖ്യമന്ത്രിൻ്റെ എല്ലാ പാർട്ടിക്കാർക്കും അറിയാം, ഏപ്രിൽ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിലും അദ്ദേഹം ഉണ്ടാവില്ല, മന്ത്രി സ്ഥാനത്തിൽ ഈ പറയുന്ന മന്ത്രിമാരുണ്ടാവില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ഈ അടുത്ത 30 ദിവസം വിവാദങ്ങൾ സൃഷ്ടിക്കുക, നാടകം ചെയ്യുക, ഇതൊരു ഭരണനാട്യമാണ്. അല്ല, നിങ്ങളല്ലേ പറയുന്നത്? എനിക്ക് ലിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല, അവരാണ് അയക്കുന്നത്. എനിക്ക് ഇതിനെ കുറിച്ച് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കണം മുഖ്യമന്ത്രിയുടെ ഒപ്പം ആര് വരണം, PSO വരണം, മന്ത്രി വരണം, സെക്രട്ടറി വരണം. അത് മുഖ്യമന്ത്രിയുടെ തീരുമാനിക്കേണ്ടത്. അങ്ങനെ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി എഴുതണം. 5, 6, 7 ദിവസം മുമ്പ് എഴുതണം. അല്ല, എനിക്കൊരു നിർബന്ധമുണ്ട്, എൻ്റെ ഒപ്പം ഈ മന്ത്രി വരണം, ഈ സെക്രട്ടറി വരണം, ഈ ഒരു PSO വരണം. അത് ചെയ്തില്ലല്ലോ. അല്ല നിങ്ങൾ ചോദിക്കുന്നു, ഇവര് വിവാദം ഉണ്ടാക്കുന്നു, ഇവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു പുറമെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഞാനല്ലല്ലോ പ്രോട്ടോകോൾ ഇൻചാർജ്. എന്നോട് താങ്കൾ ചോദിക്കുന്നത് എന്താണ്? ഇവര് പറയുന്നു ഇവരൊരു വിവാദം ഇന്ന് രാവിലെ നാടിനു വേണ്ടി ഇന്ന് എത്രയോ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഇവരൊരു വിവാദം മുമ്പോട്ട് വെക്കുന്നു. ആ വിവാദത്തിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു, അത്രേ ഉള്ളൂ. ഗ്യാസ് വളരെ ലഭ്യത കുറഞ്ഞു വരികയാണ്. ഇതിനെക്കുറിച്ച് പ്രധാനമന്ത്രിയായിട്ട് എന്തെങ്കിലും ചർച്ച നടത്തുന്നത്? അല്ല, ഞാനങ്ങനെ ഗ്യാസ് അല്ല ഗ്യാസ് ഇപ്പോൾ ഇന്ത്യ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ലോകത്തിൽ എല്ലായിടത്തും ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ക്രൈസിസ് കാരണം. അതിനു മുമ്പ് 2.5 കൊല്ലം മുമ്പേ യുക്രൈൻ റഷ്യ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഹൈഡ്രോ കാർബണും എനർജിയും ഒരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അത് നമ്മൾ മിഡിൽ ഈസ്റ്റും വെനസ്വേലയും റഷ്യയിൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ
അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എല്ലാവരും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇന്ത്യ മാത്രമല്ല, കേരളം മാത്രമല്ല, അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടല്ലേ ഇന്നലെ നമ്മൾ കണ്ടത് പ്രസിഡന്റ് ട്രംപ് റിസർവ്സ് റിലീസ് ചെയ്യുന്നു, യൂറോപ്യൻ യൂണിയൻ പെട്രോളിയം റിസർവ്സ് റിലീസ് ചെയ്യുന്നു. ഇന്ന് കണ്ടല്ലോ അതിൻ്റെ വില, ഹൈഡ്രോ കാർബൺ എനർജീൻ്റെ വില $100 $90 കമ്മിയായിരുന്നു. ഇതെല്ലാം ഒരു ഗ്ലോബൽ ഇഷ്യൂസാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് റിയാസുമായി ബന്ധപ്പെട്ട വിവാദം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? അല്ല, ഇതെല്ലാം എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണോ? അല്ല, നോക്കൂ, പൊളിറ്റിക്കൽ തന്ത്രം, രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായി വിവാദ രാഷ്ട്രീയം ചെയ്യുന്നവർ വിവാദം മാത്രമേ ചെയ്യുള്ളൂ. ഇതിൽ നമുക്ക് ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഇതെല്ലാം വേറെ എന്തെങ്കിലും നടന്നെങ്കിൽ വേറെ വിവാദം ഉണ്ടായിരുന്നേ. വിഴിഞ്ഞത്തിൽ നമ്മൾ റിയാസ് കണ്ടല്ലോ. ഞാൻ അവിടെ ഇരുന്നപ്പോൾ, മുൻ മന്ത്രിയായിട്ട് ഇരുന്നപ്പോൾ അല്പത്തരമാണ് പറഞ്ഞ് നടക്കുന്ന ആളാണ് റിയാസ്. അപ്പോൾ ഇവർക്ക് വേറെ ഒന്നും പറയാനില്ല. അടുത്ത 30 ദിവസം വിവാദം മാത്രം ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയക്കാരാണ് ഈ കോൺഗ്രസും CPM-ഉം. ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിടിക്കും, അതല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം പിടിക്കും. വിവാദ രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കും. എന്നിട്ട് നിങ്ങളെല്ലാവരും അതിൽ പോയിട്ട് ബൈറ്റ് എടുക്കും. എന്നിട്ട് എന്നോട് വന്ന് എൻ്റെ അഭിപ്രായം ചോദിക്കും. ഞാൻ അഭിപ്രായം തരുമ്പോൾ അത് നല്ലതല്ലാതെ നിങ്ങൾ പറയും. അതാണ് സ്റ്റോറി. പ്രധാനപ്പെട്ട കാര്യം മന്ത്രിമാർ തിരിച്ചു ചോദിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയിൽ MP ഗോവിന്ദനെ ക്ഷണിച്ചാൽ ശരിയാകുമോ എന്നുള്ളതാണ്. അതേ കാര്യമാണ് താങ്കൾ ഇപ്പോൾ ഈ പരിപാടിയിൽ താങ്കൾ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ചാണ് അവർക്ക് ചോദ്യം ചോദിക്കുന്നത്. അതാ ചോദിക്കട്ടെ, അത് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഞങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. കൃത്യമായൊരു മറുപടി ഇതുവരെ വന്നില്ല. എന്താണ് ചോദ്യം? ചോദിക്കൂ. താങ്കൾ എങ്ങനെ വന്നു എന്നുള്ള പരിപാടി? ഞാനൊരു മുൻ മന്ത്രിൻ്റെ കപ്പാസിറ്റിയിൽ പോകുന്നു. എന്താ അതിൽ അങ്ങനെ അവർക്ക് സന്തോഷമില്ലെങ്കിൽ സങ്കടം, ഓക്കെ. പക്ഷെ മുൻ മന്ത്രി